ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതം. നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ തന്നെ ബ്ലസി സംവിധാനം ചെയ്ത ദി ഗുഡ് ലൈഫ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. 2 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ OTT പതിപ്പിന്റെ ദൈർഘ്യം. നേരത്തെ മാർച്ച് 28-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് 158 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. അങ്ങനെ നജീബ് എന്ന കഥാപാത്രമായിട്ടെത്തിയ പൃഥ്വിരാജിന്റെ ആടുജീവിതം ലോകമെമ്പാടും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇന്ന് മുതൽ എത്തുകയാണ്. കാത്തിരിക്കും സിനിമയുടെ OTT അഭിപ്രായങ്ങൾ കേട്ട നിവിൻ പോളിയുടെ ഒരു മ്യൂസിക് ആൽബം വീഡിയോ ഇന്ന് റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഹബീബി ഡ്രോപ്പ് എന്ന ടൈറ്റിലോടുകൂടി ഡബ്സി നിവിൻ പോളി കോംബോയിലാണ് ഏറ്റവും പുതിയ മ്യൂസിക് ആൽബം വീഡിയോ പുറത്തു വരാനായിട്ടിരിക്കുന്നത്. ഇന്ന് ജൂലൈ 19 വൈകിട്ട് 6:30 നിവിൻ പോളിയുടെ ആ ഒരു വീഡിയോ ഗാനം പുറത്തു വരാനായിട്ടിരിക്കുന്നത്. രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ദുബായിൽ വെച്ചായിരുന്നു ഗാനത്തിന്റെ ചിത്രീകരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ദുൽഖറിന് ഹീരിയായിരുന്നെങ്കിൽ ഈ വർഷം നിവിൻ പോളിക്ക് ഹബീബി ഉണ്ട്. കാത്തിരിക്കാം ആ വീഡിയോ ഗാനത്തിനായിട്ട്. പൃഥ്വിരാജിനും നിവിൻ പോളിക്കും വിവിധ കണ്ടന്റുകളുടെ റിലീസ് എന്നുണ്ടായിരുന്നത് പോലെ ലാലേട്ടനും ഒരു സിനിമയുടെ റിലീസ് എന്നുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന റേഡിയോ സിനിമയാണ് എയ്ഡൻ ദി AI സ്പിരിറ്റ്. ലാലേട്ടന്റെ ആദ്യ റേഡിയോ സിനിമ ഇന്ന് ജൂലൈ 19 വൈകിട്ട് 7 മണിക്ക് ക്ലബ് FM യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക. ലാലേട്ടൻ ബസ് ഡ്രൈവറുടെ വേഷത്തിലെത്തുന്ന സിനിമയിൽ രഘുത്തമൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈഡന്റെ ട്രെയിലർ നേരത്തെ ലാലേട്ടന്റെ ജന്മദിനത്തിൽ പുറത്തു വന്നപ്പോൾ മികച്ച അഭിപ്രായങ്ങളായിരുന്നു നേടിയെടുത്തത്. ഇപ്പോഴത്തെ അതിന്റെ മുഴുനീള സിനിമയാണ് ഇന്ന് രാത്രി വരാനായിട്ടിരിക്കുന്നത്. ലാലേട്ടനോടൊപ്പം സുധീർ കരമന, സുരേഷ് കൃഷ്ണ, ഒപ്പം തന്നെ സുനിൽ സുഗത തുടങ്ങിയവരെല്ലാം തന്നെ വിവിധ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ എയ്ഡൻ എന്ന സിനിമ ഇന്ന് രാത്രി 7 മണിക്ക് റിലീസ് ചെയ്യുന്നു. കാത്തിരിക്കാം സിനിമ കാണുവാനായിട്ട്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.